hello guys, it's me, your Mallu GT Gamer. So guys, നമ്മുടെ മല്ലു GT Gamer എന്ന ചാനലിൻ്റെ ലെറ്റ്സ് പ്ലേ സീരീസിൻ്റെ എപ്പിസോഡ് 6ലേക്ക് എല്ലാവരും തന്നെ സ്വാഗതം. സോ ഗൈസ്, സൗണ്ട് കുറച്ച് പോയിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഇന്നൊരു സ്കെലട്ടൺ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഞാൻ ഇപ്പോൾ ബീറ്റ്സ് എല്ലാം ഓഫ് ക്യാമറ കൂടെയാണ് ചെയ്യുന്നത്. ബട്ട് ഞാൻ കുറച്ചൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിൽഡ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എൻ്റെ സ്കിന്ന് തിരിച്ച് കിട്ടി. അത് ഞാൻ വേർഷൻ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഒരു ബഗ് അടിച്ചതാണ്. അപ്പോൾ എന്തായാലും തിരിച്ചിട്ട് ഇപ്പോൾ എന്നെ കാണാൻ അടിപൊളിയായിട്ടില്ലേ. അപ്പോൾ എന്തായാലും നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ ഗൈസ്, അപ്പോൾ നമ്മളിതേ ഇവിടെ വന്നിരിക്കുകയാണ്. ഞാൻ സ്കെലട്ടൺ സ്പോണർ ഞാൻ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സ്കെലട്ടൺ വഴി മാറിപ്പോയി. ഇതാണ് നമ്മുടെ സ്കെലട്ടൺ ഫാമിലോട്ട് പോകാനുള്ള വഴി. അപ്പോൾ സ്പോണർ ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് സജസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാകും. ബട്ട് നിങ്ങൾ കമൻറ്റിലൊന്നും ഇട്ടില്ല ഇതുവരെയും. അപ്പോൾ ഞാൻ വിചാരിച്ച് വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ഒരു വില്ലേജേഴ്സിൻ്റെ ഇത് ബുക്ക് വാങ്ങിച്ചിട്ട് നമ്മൾ നമ്മുടെ ആർമറിലേക്കോ ടൂൾസിലേക്കോ ഒരു ബുക്ക് എൻചാൻറ്റിങ് ഇടണമെങ്കിൽ XP വേണമെന്ന്. അപ്പോൾ XP ഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോബ് ഫാമാണ് ആദ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എനിക്ക് മടിയായതുകൊണ്ട് ഞാൻ മെയിൻ്റനൻസ് എപ്പിസോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അയൺ ഫാമിൽ ഞാൻ വെറുതെ ഒരു സൈൻ ബോർഡ് വെച്ചിരുന്നു. ആ സൈൻ ബോർഡിൽ എന്തെങ്കിലും വെറൈറ്റി കളറുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പൂ തപ്പി വന്നപ്പോഴാണ് ആ ഒരു സ്കെലട്ടൺ സ്പോണർ കണ്ടത്. ആ ഒരു വിഷ്വൽ എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് നോക്കിക്കണ്ടിട്ടോ. സോ ഗൈസ്, അപ്പോൾ ഈ ഒരു മെയിൻ്റനൻസ് എപ്പിസോഡ് സത്യം പറഞ്ഞാൽ ഇന്ന് ആവശ്യമില്ല. ഞാൻ പിന്നെ വേറെ വെറുതെ ഇരുന്നുകൊണ്ട് അത് ചെയ്തതേ ഉള്ളൂ. നമ്മൾ ഈ മെയിൻ്റനൻസ് എപ്പിസോഡ് എപ്പോഴും ഇടേണ്ട ആവശ്യമില്ല. നമ്മളൊരു 20 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഓരോ മെയിൻ്റനൻസ് എപ്പിസോഡ് വെച്ചിട്ട് ഇരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്നാലും നമ്മളിവിടെ നല്ലൊരു പർപ്പിൾ പൂ കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പർപ്പിളോ മജന്തയോ എല്ലാം നോക്കാം. ഇവിടെ ഇവിടെ ടുലിപ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ടുലിപ്പ് നല്ല രസമാണ് കാണാൻ. നമ്മൾ കേവിലോട്ട് നോക്കാം. ഞാൻ ഇന്നാൾ ഈ കേവിൽ വന്നപ്പോൾ പൂ ഉണ്ടെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പാടില്ല. അപ്പോൾ ഇവിടെ ചെറിയൊരു മിനി കേവ് ഇവിടെ ഉണ്ട്. കിഡ്ലൻ കേവാണ്. അപ്പോൾ എന്നാലും നമുക്കിനി ഇങ്ങോട്ട് പോകാം. ഇവിടെ ഒരു ചെറിയ ഹോളും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് ജനറേറ്റർ രക്ഷയില്ല കേട്ടാ. വാട്ട് ഈസാ, ഞാൻ വെച്ച കോബിൾ സ്റ്റോൺ അല്ല. ഇത് സ്പോണറാണ്. സ്പോണറാണ് അതുകൊണ്ടാണ് കോബിൾ സ്റ്റോൺ ഇരിക്കുന്നത്. നമുക്കൊരു കാര്യം ടോർച്ച് വെച്ചിട്ട് നമുക്ക് നൈസായിട്ട് പിടിച്ച് നോക്കാം. സോംബിയാണോ? സ്കെലട്ടൺ സ്പോണർ. നമ്മുടെ ഷീൽഡിലുള്ളതുകൊണ്ട് ബാക്കി നോക്കി. യവന്മാർ തമ്മിലടിക്കട്ടെ. ഞാൻ പറയണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ളവൻ ജയിക്കും, റൈറ്റ് സൈഡിലുള്ളവൻ നോക്കാം. അപ്പോൾ നമുക്ക് യവന്മാരടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഈ സ്പോണർ സെറ്റാകാം. അപ്പോൾ ഓക്കെ. ഇപ്പോൾ ചത്ത് ഇവിടെ 2 ചെസ്റ്റൊക്കെ ഇരിപ്പുണ്ട്. ഷീൽഡിലുള്ളതുകൊണ്ട് ഭാഗ്യം. അപ്പം നമ്മളിവിടെ ട്രാപ്പായി. ഇനി അവന്മാരെ എങ്ങനെ കൊല്ലും? ഒരുത്തനെ കൊന്നു. രണ്ടാമത്തത് റീച്ച് ആവണില്ല. ഈ സ്കെലട്ടൻ്റെ കുടുക്കത്തെ നോക്ക് ബാക്കാണ് കേട്ടോ. രണ്ടാമത്തന്നെ കൊന്നു. ലാസ്റ്റ് ചാവടാ. നമ്മൾ നീ കൂടെ ചത്തിഞ്ഞ ഈ സ്പോണർ ഇനി എനിക്ക് സ്വന്തം. ഗൈസ്, അപ്പോൾ നമുക്ക് സ്പോണർ ഫൈനലി കിട്ടിയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ എപ്പിസോഡിൽ മോബ് ഫാം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ്. നമുക്ക് സ്പോണർ സെറ്റ് ചെയ്യാം. അപ്പോൾ ചെസ്റ്റിനകത്ത് അയണും നമ്മുടെ ബോണും മ്യൂസിക് ഡിസ്ക് ഉണ്ടോ? മ്യൂസിക് ഡിസ്കിൻ്റെ ആവശ്യം ഇപ്പോഴില്ല. എന്തായാലും ഒരു കിട്ടുക. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന മൈൻക്രാഫ്റ്റ് മ്യൂസിക് ഇല്ലാത്തതാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ സംഭവം. ഡയമണ്ട് ഹോസ് ഹാമറൊക്കെ ഉണ്ട്. കോള്, ഗൺ പൗഡർ, നമ്മുടെ ഹോർസ് ഹാമർ, പിന്നെ മ്യൂസിക് ഡിസ്ക്, പിന്നെ ഒരു ബുക്കും ഉണ്ട്. പ്രൊട്ടക്ഷൻ 1ൻ്റെ ഒരു ബുക്കും ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 2 ചെസ്റ്റും കൂടെ പൊട്ടിച്ചെടുത്തേക്കാം. സോ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സ്കെലട്ടൺ സ്പോണർ കണ്ടുപിടിച്ചത്. ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ ഞാൻ കാണിച്ചത് സ്കെലട്ടൺ സ്പോണറിൻ്റെ സ്ഥലം കാണിച്ചത്. ഞാൻ ഇപ്പോൾ അവിടെ ഫാം ആക്കിയതിൻ്റെ ടൈം ലാപ്സൊക്കെ കാണിച്ചിരുന്നത്. ഇതാണ് നമ്മുടെ സ്പോണർ. ഇവിടെ ഇങ്ങനെ അല്ലായിരുന്നു. ഞാൻ ഇവിടെ അത് പുതിയ ഫാം ആക്കിയാണ്. ഫാമിൻ്റെ ടൈം ലാപ്സ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും ആ ഒരു സ്കെലട്ടൺ ഫാമിൻ്റെ ചെറിയൊരു ടൈം ലാപ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് വാ.
ഗൈസ് അപ്പോൾ നിങ്ങൾ ടൈം ലാപ്സ് കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ടൈം ലാപ്സ്. അപ്പോൾ എന്തായാലും നമുക്ക് അത്ര ഇല്ലാതെ കുറേ ഉണ്ടായിരുന്നു. ഞാൻ ഏകദേശം 1 മണിക്കൂർ എടുത്തു ഈ സ്കെൽട്ടൺ ഫാം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ സ്കെൽട്ടൺ ഫാം ഉണ്ടാക്കി 20 മിനിറ്റ് അത്. പിന്നെ ഞാൻ ഈ ഒരു ഡെക്കറേഷനും കൂടെ ചെയ്തപ്പോഴാണ് 1 മണിക്കൂർ ഏകദേശം വേണ്ടി വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ കുഴിച്ച് വന്നു. അപ്പോൾ നമ്മൾ താഴോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്കെൽട്ടൺ ഫാം സെറ്റ് ചെയ്തത്. ഇതാണ് നമ്മുടെ സ്കെൽട്ടൺ ഫാം. ഇതൊക്കെ ഞാൻ റെക്കോർഡിങ്ങിൽ കാണിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. ഇതൊക്കെയാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്തത്. പിന്നെ സ്റ്റോറേജ് താഴോട്ടാണ്. സ്റ്റോറേജ് നമുക്കിവിടെ AFK ഏരിയയ്ക്ക് വേണ്ടി നമ്മൾ ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. 3 ചെസ്റ്റും ഉണ്ട്. അതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ കുറച്ചൊക്കെ ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. നല്ല രീതിക്ക് തന്നെ സ്കെൽട്ടൺ വരുന്നതിന് അത്യാവശ്യം നല്ല എഫിഷ്യൻറ്റുമാണ്. നമ്മൾ ബെഡ് റോക്കിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ട് അത്യാവശ്യം നല്ല എഫിഷ്യൻറ്റ് ഫാം തന്നെയാണിത്. അപ്പോൾ നമ്മുടെ കയ്യിലോട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ഹോപ്പറിൽ വെച്ച് നമ്മൾ താഴോട്ട് കൊണ്ടുപോകും. ഈ ഒരു സ്റ്റോറേജ് സിസ്റ്റം ഞാൻ സുധിയണ്ണൻ്റെ ഒരു വീഡിയോയിൽ നിന്നാണ് കണ്ടത്. സുധിയണ്ണൻ്റെ ഏത് വീഡിയോ ആയിരുന്നു? നമ്മുടെ സുധിയണ്ണൻ്റെ ക്രീപ്പർ ഫാമില്ലേ, ഒരു റോക്കറ്റിൽ മറ്റേ ക്രീപ്പറിനെ കെട്ടി വെച്ച് കൊണ്ടുപോകുന്നത്. ആ ഒരു ക്രീപ്പർ ഫാമിൽ ഇതുപോലത്തെ സ്റ്റോറേജാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണ്ട് ഇൻസ്പയർ ആയാണ് ഞാനും ഈ ഒരു സംഭവം വെച്ചിരിക്കുന്നത്. ഈ ഒരു സ്റ്റോറേജ് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. കാരണം നമുക്കിങ്ങനെ 6 ആഗ് പോലെ ചെസ്റ്റ് വെക്കണം, നേരത്തെ അങ്ങ് വെക്കാൻ പറ്റും. അത് നല്ലൊരു കാര്യമാണ്. ഞാൻ ഇപ്പോഴാണത് അറിയുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ സ്കെലട്ടനെയൊക്കെ തല്ലിക്കൊന്നു. ഇപ്പോൾ തന്നെ 16 ലെവലായി. ഞാൻ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ 15 ആയുള്ളായിരുന്നു. മേളിൽ രാത്രിയാണെങ്കിൽ നമുക്ക് ഇവിടെ കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ നമുക്ക് മേളിലോട്ട് തന്നെ പോവാം. അപ്പോൾ ആ ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടി ചെറിയൊരു വീഡിയോ ആയിരുന്നു. എന്തായാലും നമുക്ക് ഈ ഒരു സ്ഥലം എന്താണ്ടോ, ഇവിടെ ഫുള്ളും നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ഡയമണ്ട് മൈനിങ്ങിന് പോയി ഗൈസ്. ഞാൻ ഡയമണ്ട് മൈനിങ്ങിനുള്ള കറക്റ്റ് വൈ ലെവൽ ഞാൻ തെറ്റിച്ചാണോന്ന് അറിയില്ല. ഞാൻ വൈ ലെവൽ 56-ലോ 58-ലും കുഴിച്ച് നോക്കി. ബട്ട് എനിക്ക് ആകെ എനിക്ക് ഒരു ഡയമണ്ട് പോലും കിട്ടിയില്ല. ഇഷ്ടംപോലെ റെഡ് സ്റ്റോൺ വേണമൊക്കെ കിട്ടി, പക്ഷെ ഡയമണ്ട് കിട്ടിയില്ല. ഡയമണ്ട് പിന്നെ ഞാൻ കേവിലാണ് ഗൈസ്. എനിക്ക് 3 ഡയമണ്ട് കേവിൽ ഞാൻ വെറുതെ നിന്നപ്പോൾ കിട്ടിയായിരുന്നു. അപ്പോൾ കേവിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കിട്ടി. പിന്നെ കുറേ കോപ്പർ ഉണ്ട്. ഈ കോപ്പർ വെച്ച് എന്ത് ചെയ്യാമെന്ന് എനിക്കറിയില്ല. അപ്പോൾ 1.20 വല്ല ഡയമണ്ട് ലെവൽ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഒരു 3 വൈ ലെവൽ കാണിച്ചു. ആ 3-ന് ഞാൻ കുറേ നേരം കുഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്തേക്ക്. എനിക്ക് ഈ ചെസ്റ്റ് തുറന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പം 4 ഡയമണ്ട് ഉണ്ട്. 1 ഡയമണ്ട് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി 3 ഞാൻ പറഞ്ഞല്ലോ കേവിൽ നിന്ന് കിട്ടിയതാണ്. പിന്നെ നമ്മളിവിടെ ഡീപ്പ് സ്ലേറ്റിന് വേണ്ടി പ്രത്യേകം ഒരു ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. കാരണം ഒരു സ്റ്റോൺ വെട്ടി നിറയാറായി. പിന്നെ നമുക്ക് ഡേർട്ടിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ചെസ്റ്റ് വെച്ചേക്കാം. നമുക്കൊരു വലിയ സ്റ്റോറേജ് സെറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെയാണ് നമ്മൾ റെയർ സാധനങ്ങൾ കളക്ട് ചെയ്യുന്നത്. റെയർ സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ആവശ്യമില്ല, ബട്ട് ഭാവിയിൽ ആവശ്യം വരും എന്നുള്ള സാധനങ്ങൾ. കുറേ മ്യൂസിക് ഡിസ്കും ബുക്കൊക്കെ. ഈ മ്യൂസിക് ഡിസ്കും ബുക്കൊക്കെ എനിക്ക് നമ്മുടെ ഈ ഒരു സ്കെൽട്ടൺ ഫാമിൽ കിട്ടിയാണ്. പിന്നെ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും പറയില്ല, കഴിഞ്ഞ എപ്പിസോഡുകളിലാണ്. പിന്നെ ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. നമ്മൾ ഈ ഒരു മൈനിങ് ഏരിയ കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചു തരാമേ. ഇതാണ് നമ്മുടെ മൈനിങ് ഏരിയ. ഇവിടുന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ഇത്രയും ദൂരം ഞാൻ വലുതാക്കി. അത് ഞാൻ കുഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴാണ് ഞാൻ ഈ ഒരു നമ്മുടെ ഈ ട്രേഡിംഗ് ഹാളിൻ്റെ ഓർമ്മ വന്നതും പിന്നെ മെയിൻ്റെനൻസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് ഒരു പൂ പറിക്കാൻ പോയി. ഒരു സംഭവങ്ങളെ കണ്ട് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ടൈം ലാപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഭൂരിപക്ഷവും ഉണ്ടായിരുന്നത്. പിന്നെ അയൺ ഫാം നല്ല എഫിഷ്യൻ്റ് ആണ് കേട്ടോ. നമുക്കൊരു പാർക്കോർ ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഓടി ഒന്ന് ചാടാം. അയ്യോ കോപ്പിറൈറ്റ്. ഓക്കെ സെറ്റ് കിടിലമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അയൺ ഫാം നല്ല എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹോപ്പേഴ്സൊക്കെ ഉണ്ടാകാൻ പറ്റിയ ഒരു കളക്ഷൻ ഏരിയ സ്കെൽട്ടൺ ഫാമിൻ്റെ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു കിടിലൻ വീഡിയോ കാണാം. എന്തോ പറ്റിയിട്ടുണ്ട്, ഞാൻ പിന്നെ ശരിയായിക്കോളാം. ഓക്കെ ബൈ.